ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ. യെസ്, ഇന്ന് എൻ്റെ ബേബീസ് രണ്ടുപേരും ഹുഡീസ് ആണ് ഇട്ടിരിക്കുന്നത്. ഹുഡീസ് കാണിച്ചേ. ഹായ്, ആന്റണിയുടെ ഹുഡി എവിടെ? വാ, വേർ ഇസ് ആന്റണി? ഒന്ന് ഫ്രണ്ടിലേക്ക് വന്നേ. വാ, സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഞങ്ങള് ഇന്ന് നമ്മുടെ ഫോറം മോളില് എമ്പുരാൻ എന്ന് പറഞ്ഞ ഫിലിം കാണാൻ വേണ്ടി പോവാണ്. രണ്ടഭിപ്രായം ഉണ്ടെങ്കിലും ലൂസിഫർ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഫിലിമിന്റെ അഭിപ്രായങ്ങളൊന്നുമല്ല, നമ്മൾ കാണാൻ പോകുന്ന ഫിലിം അതിന്റെ സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് വന്നാൽ നമ്മൾ കാണാൻ. അപ്പോൾ ലുലു മോളിലാണ് ലുലു മോളല്ല നമ്മൾ പോകുന്നത്, ഫോറം മോൾ. പറഞ്ഞേ, ഫോറം മോൾ. അപ്പൊ ഫോറം മോളിൽ പോയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ സിനിമ കാണും. എല്ലാവരും ഹായ് പറഞ്ഞേ. ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ ഫോറം മോളിൽ ചെന്നിട്ട് കാണാം. ഇപ്പോഴേ വെള്ളം. ലൗറ കട്ട് ചെയ്യാൻ ടൈം എടുക്കും. Yes. പുതിയത് ബോക്സിലില്ല, സൂപ്പറൊന്നുമില്ല. എന്നാൽ how much? This one 1,000? This one? This is also 1,000. Why? What is the difference between this and that? ऐसा वाला यूज एंड थ्रो और यूज yes, sorry, no, I don't have money. Super, but I don't have money. My bad boy. Bill ediketado kodukku. Bill ediketado okka chetan pack cheyidu.
Georgie, good boy. Georgie, good boy. Georgie, good boy. Super. Super. Super അല്ലേ? Super. Wow, just keep it over there. Super. ₹600. Yes. Ani. Yes, baby. That is also nice. You want it? നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞു. തിരക്കുണ്ടോ? ജോജി ബാ, ആനി ബാ.
വേഗത്തിൽ നമുക്കിട്ട് ചെയ്യാനിരിക്കാം. റോസിന്റെ കയ്യിലിരിക്കുന്ന നോക്കി, റോസിന് ഒറ്റയ്ക്ക് തിന്നാനായിട്ട് കണ്ട. പക്ഷേ അപ്പോൾ എമ്പുരാൻ മൂവി കണ്ടു. സൂപ്പർ മൂവിയാണ്. എന്താ പറയുക, ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ഒപ്പീനിയനാണ് മൂവിനെ പറ്റി. പക്ഷേ എനിക്കും സെയിമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് ശരിക്കും ഒരു ഇംഗ്ലീഷ് മൂവി തന്നെയാണ്. ഇംഗ്ലീഷ് ഫിലിം കണ്ട അതേ ഫീലാണ്. എനിക്ക് വേറെ ഒന്നും തോന്നിയില്ല. ഇംഗ്ലീഷ് മൂവി കണ്ട അതേ ഫീലാണ്. സെക്കൻഡ് ഹാഫ് നമുക്ക് ശരിക്കും മലയാളം മൂവിയുടെ എന്ന് വെച്ചാൽ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് കണ്ട പോലെ തന്നെയാണ് സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ. പക്ഷേ ആൾക്കാരങ്ങനെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നമ്മൾ പിന്നെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫുൾ മൂവി എന്ന് പറയുന്നത് ഓവറോൾ ഇറ്റ് ഈസ് റിയലി വണ്ടർഫുൾ. ബിക്കോസ് മലയാളത്തിൽ ഒരു ആക്ടർ പൃഥ്വിരാജ് സുകുമാരൻ ഇത്രയും സൂപ്പറായിട്ട് ഡയറക്ഷൻ ചെയ്തതിൽ നമുക്ക് അദ്ദേഹത്തിനെ അപ്രിഷ്യേറ്റ് ചെയ്യണം. ബിക്കോസ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു വ്യക്തി ഒരു ഇംഗ്ലീഷ് ഫിലിം നമ്മളൊരു ഇംഗ്ലീഷ് ഫിലിം കണ്ടാൽ എങ്ങനെയിരിക്കും. ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ജോൺ ട്രിവൾട്ടോ അഭിനയിച്ച ഫേസ് ഓഫ് എന്ന് പറയുന്ന മൂവിയുടെ ആ ഒരു എന്താ പറയണേ, ഒരു മിസൈൽ അവർ തമ്മിൽ ബിസിയാണ്. അപ്പോൾ മിസൈൽ കൊണ്ട് പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട് ജോൺ ട്രിവോൾട്ടയുടെ ഫിലിമിൽ. അപ്പോൾ അതേപോലത്തെ ഒരു എനിക്ക് ഫീൽ ചെയ്ത്, ബിക്കോസ് എനിക്ക് മറ്റുള്ള ആൾക്കാരുടെ കാര്യം എനിക്കറിയില്ല, എനിക്ക് ഫീൽ ചെയ്തത് ഫേസ് ഓഫ് കണ്ടപ്പോൾ ഉള്ള ഒരു ത്രില്ല്. എനിക്ക് ആ പടം ഒരു 3-4 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ആ ഫിലിം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ ആ സീൻസ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇസ്രായേലിലെ മൂവിയുടെ പേര് ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഒരു ബസ് ഇസ്രായേലിൽ കൂടെ പോകുമ്പോഴത്തേക്കും എവിടെ നിന്നോ ദൂരേന്ന് ഒരു ഗൺ ഷോട്ട് വന്നിട്ട് ആ ബസ്സിനകത്ത് വന്ന് ഇങ്ങനെ ഒരു വ്യക്തിയെ ഇത് ചെയ്യുന്നതും ടാർഗറ്റ് ചെയ്യുന്നതും അറിയാതെ വന്ന് പെട്ടുപോകുന്നതും അവിടെ നിന്ന് തുടങ്ങുന്ന കുറച്ച് സംഭവങ്ങളാണ്. പക്ഷെ അതുപോലെയൊക്കെ ആയിരുന്നു എനിക്ക് ഈ എമ്പുരാൻ്റെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് നമ്മൾ ലൂസിഫറിൻ്റെ ഒരു ടച്ച് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എനിവേ എനിക്ക് അപ്രിസിയേഷനായിട്ട് തോന്നിയത്, അപ്രിഷിയേറ്റ് പറയാനുള്ളത്, പൃഥ്വിരാജ് സുകുമാരൻ ഇത്രയും സൂപ്പറായിട്ട് ഒരു ഇംഗ്ലീഷ് ഫിലിം എടുക്കാൻ പറ്റുന്ന ലെവലിലാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും നല്ലൊരു ഇംഗ്ലീഷ് മൂവി എടുക്കാനുള്ള ഒരു കോൺഫിഡൻ്റ് ഉണ്ട്. അതുപോലെ ഈസ് റിയലി എ ജീനിയസ് ഡയറക്ടറാണ്, ആക്ടർ ആസ് വെൽ ആസ് എ ജീനിയസ് ഡയറക്ടർ. ആ ലാസ്റ്റ് സീനൊക്കെ, ഫൈറ്റ് സീനൊക്കെ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ലാലേട്ടനും പിന്നെ ഈ പറയുന്ന പോലെ പിന്നെ പൃഥ്വിരാജും കൂടെയുള്ള ഒരു ഫൈറ്റ് സീനൊക്കെ സൂപ്പറാണ്. പക്ഷേ എനിക്ക് പിന്നെയും ഒന്നും കൂടെ ഒരു ടച്ചബിളായിട്ട് ഫീൽ ചെയ്തത് ഫാസിൽ സാറ് അച്ഛനായിട്ട് വരുന്ന ഒരു സീനുണ്ട്. ഫാസിൽ സാറും ലാലേട്ടനെയും കൂടെ ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലാലേട്ടൻ കൊണ്ടുവന്ന ഫാസിൽ സാറിൻ്റെ കയ്യിനെ ചുംബിച്ചുകൊണ്ട് ലാലേട്ടൻ കുനിയുന്ന ഒരു സീനുണ്ട്. എനിക്കത് ഭയങ്കര ടച്ചായിട്ട് തോന്നി. ബിക്കോസ് നമ്മളെ ഒരു ഫിലിമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തിയായിട്ട് തന്നെ ആ ഡയറക്ടറായിട്ട് ഒപ്പം ഒരു സ്ക്രീൻ പങ്കിടാനായിട്ട്. അതുപോലെ നമ്മുടെ നോക്കത്താ ദൂരത്തെ കണ്ണുനട്ട് എന്ന് പറയുന്ന ഫിലിം കഴിഞ്ഞിട്ട് ലാലേട്ടനും പിന്നെ ഫാസിൽ സാറും കൂടെ ഒരു ഫ്രെയിം ഒരുമിച്ച് ഒരു ഫ്രെയിം എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എൻ്റെ ഓർമ്മയിൽ, ഇതിൻ്റെ ഇടയിൽ വേറെ ഫിലിമിൽ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നോക്കത്താ ദൂരത്തെ കണ്ണുനട്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ലാലേട്ടൻ ഫാസിൽ സാറിൻ്റെ കൈ ഉമ്മ വയ്ക്കുന്ന ഒരു സീനുണ്ട്. അത് ശരിക്കും ഒരു ടച്ചിങ് ആയിട്ടുള്ള സീൻ മാത്രമല്ല, അത് ഒരു എന്താ പറയുക, ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ലാലേട്ടൻ്റെ ജീവിതത്തിലും അത് മാത്രമല്ല, നമുക്ക് ഭാവിയിലെന്നും നമുക്ക് അങ്ങനെ ഒരു സീൻ എന്ന് വെച്ചാൽ ഫാസിൽ സാറ് മോഹൻലാൽ എന്ന് പറയുന്ന
ഒരു നടന് വേഷം കൊടുത്ത് അദ്ദേഹം ഇന്നൊരു സൂപ്പർ സ്റ്റാറായിട്ട് മാറിയതിൻ്റെ ആ നന്ദിയായിട്ട് കൈ ചുംബിക്കുന്ന ഒരു വേഷം ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഒരു 2-3 സീൻസിൽ അതും ഒരു സീനും കൂടെയാണ്. സോ ഹാറ്റ്സ് ഓഫ് ടു പൃഥ്വിരാജ് സുകുമാരൻ. അങ്ങനൊരു നല്ലൊരു സ്ക്രീൻ സ്പേസ് അവർ തമ്മിൽ കൊടുത്തത്. എനിവേ ഓവറോൾ എമ്പുരാൻ ഇസ് റിയലി വണ്ടർഫുൾ മൂവി. എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും നമ്മൾ പകുതി ഇംഗ്ലീഷ് ഫിലിമും പകുതി മലയാള ഫിലിം കണ്ട ഇത് തന്നെയാണ്. പക്ഷേ ഇത്രയും ബിഗ് ബഡ്ജറ്റായിട്ട് ഒരു ഫിലിം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്നതിൽ നമുക്കത് അപ്രിഷ്യേറ്റബിളാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള ആൾക്കാരും ഇത്രയും പൈസ മുടക്കണമല്ലോ. എനിവേ അത്ര പൈസ മുടക്കി നമുക്ക് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് ഫിലിം കാണുന്ന ഒരു എഫക്റ്റിൽ ഒരു മലയാളത്തിൻ്റെ ഒരു പാൻ ഇന്ത്യ മൂവിയായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. എനിവേ അത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ എങ്ങനെ പറഞ്ഞാലും ജനങ്ങളുടെ ഉള്ളിലേക്ക് അത് എമ്പുരാൻ കയറി. നമ്മളത് കാണാനായിട്ട് നമ്മൾ തിയേറ്ററിലേക്ക് തന്നെ വന്നു. അല്ലെങ്കിൽ OTT വരട്ടെ എന്ന് പറഞ്ഞൊന്നും വെയിറ്റ് ചെയ്തില്ല. ബിക്കോസ് എല്ലാവർക്കും കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. സോ എനിവേ നമ്മളെല്ലാവരും കണ്ടു. ഇറ്റ് ഈസ് റിയലി നൈസ് മൂവി. എനിവേ കൺഗ്രാജുലേഷൻ ടു പൃഥ്വിരാജ് സുകുമാരൻ ഫോർ ടേക്കിംഗ് ദിസ് വണ്ടർഫുൾ മൂവി. അതുപോലെ എന്താ പറയുക, ആൻ്റണി ചേട്ടൻ ഇത്രയും നല്ലൊരു പടം എടുക്കാനുള്ള ഒരു ഗട്ട്സും കൂടെ ഉണ്ടാവണമല്ലോ. അത് ഓട്ടോമേറ്റീവ് നമ്മുടെ ലൈക്ക ആയാലും ശരി, ഗോപാലൻ സാറായാലും ശരിയാണ്, എല്ലാവരും അത് എഫേർട്ട് എടുത്ത് നമുക്ക് ഇത്രയും മലയാളത്തിൽ ഒരു ചെറിയൊരു മലയാളം ഇൻഡസ്ട്രീനെ നമുക്ക് പാൻ ഇന്ത്യ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ അദ്ദേഹത്തിൻ്റെ റൈറ്ററായ അദ്ദേഹത്തിന് വളരെ എന്താ പറയുക, അതിൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീനുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ എന്താ പറയണ ഒരു മൈൻഡിൽ വന്ന ഒരു മുരളി ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ മൈൻഡിൽ അങ്ങനത്തെ ഒരു സീൻ വന്നതിൽ ഓൾ ദ ബെസ്റ്റ് ടു മുരളി ഗോപി ഫോർ ടേക്കിംഗ് ദിസ് വണ്ടർഫുൾ സ്റ്റോറി. അതിൽ ഓരോ കഥാപാത്രങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് അദ്ദേഹം കൊടുക്കണമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ നിർമ്മാലയത്തിനെ പറ്റി പറഞ്ഞത്, PJ ആൻ്റണി ചേട്ടനെ പറ്റി പറഞ്ഞത് ശരിയാണ്. പറഞ്ഞ പോലെ തന്നെ നമ്മൾ സിനിമ ആ ലെവലിൽ കാണാതെ ഇപ്പോൾ ഒത്തിരി സിനിമയുടെ ലെവൽ മാറിയിട്ടുണ്ട്. എന്തായാലും അത് വളരെ ദുഃഖകരമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഇപ്പോഴത്തെ രീതിയിലാണ് എല്ലാവരുടെ മൈൻഡ് പോകുന്നത്. നമുക്ക് ഒന്നും ഇപ്പം നമ്മൾ ആ ഫിലിമിനെ കുറിച്ച് ഒന്നും നമ്മൾ നെഗറ്റീവായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ ആൾക്കാർക്ക് നെഗറ്റീവായിട്ട് കണ്ടാൽ നെഗറ്റീവാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഒരു ഫിലിം ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല. ബിക്കോസ് നമ്മൾ ഫുൾ ഇതായിട്ട് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ഞാൻ ആ ഫിലിമിനെ കുറിച്ച് ഒരു നെഗറ്റീവും കേൾക്കണ്ട, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡും കേൾക്കണ്ടെന്ന് വിചാരിച്ച് സിനിമ കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ ആ ഫിലിമിന് എമ്പുരാനെ കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ. എനിവേ ഓൾ ദി ബെസ്റ്റ് ടു എവ്രി വൺ. എനിക്കിഷ്ടപ്പെട്ടു. നൈസ് മൂവി. മമ്മയുടെ സാരി കണ്ടാ സാരി പെട്ടെന്ന് തീർന്നു പോകുന്നേ. അതെടുത്തിട്ട് 2 മാസമല്ലേ, 1.5 മാസം അടുത്ത ആയല്ലോ, അത് ഫിനിഷായി. പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് ഫിനിഷായി. അതന്നെ സെയിം കളർ. ഐ തിങ്ക് ദിസ് കളർ. അതല്ല ഇത് തീർന്നു പോവാണ്. വേറെ ഹലോ ഡോണ്ട് ടച്ച്. ഇതാ ഒരെണ്ണത്തിന് എത്ര?
800. ഇത് മാറ്റ് ഫിനിഷാണ്. ഇതോ ലോങ് ലാസ്റ്റിംഗ്. ഇട്ട് കഴിഞ്ഞാൽ നേരം എടുത്താലും രാത്രിയായാലും പോകില്ല. ഐ തിങ്ക് ഇത് മാറ്റ് ഫിനിഷാണ്. എങ്ങനെ എടുക്കുമ്പോ ഇതിന്റെ രണ്ടെടുത്തോ ഒന്ന് പറഞ്ഞേ. സെയിം ഷെയ്ഡ് രണ്ടെണ്ണം, മറ്റൊരു ഫ്രീ അല്ലേ? ഇത് ഫ്രീ ഇല്ലേ? എമൗണ്ട് പറഞ്ഞത് മമ്മ വടി എടുക്കട്ടോ. മമ്മയുടെ കൂടെ പോകും. മമ്മയുടെ കൂടെ പോയിട്ടല്ല. എത്രയാ ഫ്രഷ്? 2000 rupees. എന്താ മോനെ പറ. സ്റ്റാൻഡേർഡ് കളർ. മമ്മ വന്നിട്ട് എന്തെങ്കിലും സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈക്ക് പിടിച്ചാൽ മമ്മ മേടിച്ചു തരത്തില്ല. ഹോൾഡ് മൈ ഹാൻഡ്സ് ജോർജി, ഹോൾഡ് മൈ ഹാൻഡ്സ് ജോർജി. ഐ ഫീൽ ഗുഡ് ബോയ്, ഹോൾഡ് മൈ ഹാൻഡ്സ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മമ്മ കളിക്കാനായിട്ട് പൊസിഷൻ. ഐസ്ക്രീം ആ ചേട്ടൻ്റെ കയ്യിൽ ഐസ്ക്രീം അപ്പം നമ്മൾ മൂവി എല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് തിങ്സൊക്കെ വാങ്ങിച്ച് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പോവാണ്. എന്നാ കരച്ചിൽ. ഇവർക്ക് എന്നാ സാധനം കണ്ടാലും വളരെ 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 ആവശ്യമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം ഇതെല്ലാം വാങ്ങിച്ചിട്ട് പോവാം. എൻ്റെ ഹെയർ സ്റ്റൈൽ കട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുക. വേണോ വേണ്ടേ? എടോ ഞാൻ എൻ്റെ മുടി കട്ട് ചെയ്യട്ടെ? ആ ചെറുതാക്കട്ടെ. ആ അങ്ങനെ സൂപ്പറല്ലേ അത്? കട്ട് ചെയ്യട്ടെ? സോ അപ്പോൾ നമ്മൾ സൂപ്പറായിട്ട് സിനിമ കണ്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമ? നല്ല സിനിമയല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും
എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, മറക്കാതെ. ബൈ ബൈ. എല്ലാവരും ബൈ.